നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2025 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ കൂടി അവതരിപ്പിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? എന്താണ് ചോദ്യം പറഞ്ഞത്? ഇന്ത്യയിലെ തന്നെ ആദ്യ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് അല്ലേ? ഓൺലൈൻ ടാക്സി സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഊബറൊക്കെ വരും അല്ലേ? അത് സ്വകാര്യ മേഖലയിലുള്ള ടാക്സി സർവീസാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അതല്ല. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്താണ്, കേരളത്തിലാണ്. ആ ടാക്സി സർവീസിന് നൽകിയിരിക്കുന്ന പേരെന്തെന്നറിയാമോ? കേരള സവാരി. അപ്പോൾ കേരള സവാരി എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? കേരളം. നല്ലൊരു ചോദ്യമാണ്, മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ അടുത്ത ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെ എന്ന് ചോദിച്ചാൽ കളമശ്ശേരിയിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് കളമശ്ശേരിയിലാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഗ്രാഫീൻ? ഗ്രാഫീനെ പൊതുവെ പറയുന്നത് ഭാവിയിലെ അത്ഭുത പദാർത്ഥമെന്നാണ്. ഇലക്ട്രോണിക്സ് രംഗത്തും ഇലക്ട്രിക്കൽ രംഗത്തുമൊക്കെ വളരെയധികം വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫീൻ. നിങ്ങൾക്ക് കാർബൺ എന്ന മൂലകത്തെ അറിയാം. അതിൻ്റെ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ് അല്ലേ? ആ ഗ്രാഫൈറ്റ് എന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥമാണ് ഗ്രാഫീൻ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ കളമശ്ശേരിയിലാണ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, 2025 വൻതോതിലുള്ള അലുമിനിയം നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? 2025 വൻതോതിലുള്ള അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ്? അല്ലേ? അലുമിനിയം നിക്ഷേപം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയും ചോദിക്കും, 2025 വൻതോതിലുള്ള അലുമിനിയം നിക്ഷേപം അല്ലെങ്കിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് 2025 വൻതോതിലുള്ള ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത്. കാസർഗോഡ് ഒരു സ്ഥലമുണ്ട്, കാറഡുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് വൻതോതിലുള്ള ബോക്സൈറ്റ് നിക്ഷേപം 2025 കണ്ടെത്തിയത്. അതുപോലെ ഒരു നല്ല ചോദ്യമാണ്, പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണം. HSA സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ എഴുതാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. മഹാശിലാനിർമ്മിതികൾ 2025 മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? 2025 മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആ ചോദ്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് മഹാശിലാ നിർമ്മിതികൾ അല്ലെങ്കിൽ മഹാശിലായുഗം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം.
നിങ്ങൾക്കറിയാം ഇരുമ്പ് കണ്ടുപിടിക്കപ്പെട്ട കാലം, ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത് അല്ലേ. അതിന് തൊട്ട് മുമ്പിലുള്ള കാലം എന്ന് പറയുന്നത് ശിലായുഗമാണ്. ശിലായുഗത്തിൽ മനുഷ്യൻ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്, ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നത് ശിലകളെയാണ്. ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അതാണ് മഹാശിലായുഗം. അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മിതികൾ ഈ അടുത്ത കാലത്തായിട്ട് 2025 കണ്ടെത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ എവിടെയെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിലാണ് 2025 മഹാശിലായുഗത്തിൻ്റെ നിർമ്മിതികൾ അല്ലെങ്കിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയത്. ഇതുപോലെ പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്, മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ പട്ടണം എന്ന് പറയുന്ന പ്രദേശം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാണ്. കുറച്ചു കാലത്തിന് മുമ്പ് പട്ടണത്ത് മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ സമയത്തെ പരീക്ഷകൾക്കെല്ലാം ആ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ മനസ്സിലാക്കി വെക്കുക, 2025 മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാടാണ്, മലമ്പുഴയിലാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം, കേരളത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മഹാശിലാ നിർമ്മിതികളിൽ ഏറ്റവും പഴക്കമുള്ള മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയിരിക്കുന്നത് ഏത് ജില്ലയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. കൊല്ലം ജില്ലയിലെ മങ്ങാട്. അപ്പോൾ കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മഹാശിലാ നിർമ്മിതികൾ ഏത് ജില്ലയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ മങ്ങാട് നിന്നാണ്. ഇവിടെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ചോദ്യം ഇതാണ്, കേരളത്തിലെ 2025 മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് എവിടെ? മലമ്പുഴ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചോദ്യത്തിലോട്ട്, കേരളത്തിലെ കുടിയേറ്റ സ്മാരക വില്ലേജ്, കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുടിയേറ്റ സ്മാരക വില്ലേജ് ഏത് ജില്ലയിലാണ്? കുടിയേറ്റ സ്മാരക വില്ലേജ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഈ പറഞ്ഞ കുടിയേറ്റ സ്മാരക വില്ലേജ് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത് അല്ലേ. കേരളത്തിലെ കുടിയേറ്റ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ കുടിയേറ്റ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. ആ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ അടുത്തായിട്ടാണ് കുടിയേറ്റ സ്മാരക വില്ലേജ്. അപ്പോൾ കേരളത്തിലെ കുടിയേറ്റ സ്മാരക വില്ലേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇനി തെറ്റത്തില്ല, അത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അടുത്തത് റൂമാറ്റിക് ഫീവർ രഹിത ജില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല അല്ലേ. റൂമാറ്റിക് ഫീവർ വേറെ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയും വാതപ്പനി അല്ലേ. റൂമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി അല്ലേ. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു, അത് വാൽവുകളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് രക്തം എത്തിക്കുന്നത് വാൽവുകളാണ്. ആ വാൽവുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് റൂമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ വാതപ്പനിക്ക് കാരണമാകുന്നത്. അങ്ങനെയുള്ള റൊമാറ്റിക് ഫീവർ, ആ റൊമാറ്റിക് ഫീവർ പൂർണ്ണമായും ഇല്ലാതായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല, അതാണ് ആ ചോദ്യം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൂമാറ്റിക് ഫീവർ രഹിത ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം അല്ലേ. അപ്പോൾ അവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കാനുള്ള എന്താണ്? സ്വകാര്യ ISRO നിർമ്മിച്ച് വിട്ടതല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം അത് കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പാണ്, ഒരു കമ്പനിയാണ് എന്ത് ചെയ്ത് നിർമ്മിച്ചെടുത്തത്. HEX-20 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, കേരളത്തിൽ ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുകിട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഏത്? HEX-20. അവരുണ്ടാക്കിയിട്ടുള്ള എന്താണ്? ഒരു ഉപഗ്രഹം. ആ ഉപഗ്രഹമാണ് പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം, അതിന് കൊടുത്തിരിക്കുന്ന പേരെന്തെന്നറിയാമോ? നിള എന്നാണ് അല്ലേ. ഭാരതപ്പുഴയ്ക്ക് വേറൊരു പേരുണ്ട്, എന്താണ്? നിള. അപ്പോൾ നിള എന്നുള്ള പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം
നിർമ്മിച്ചെടുത്ത കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു കമ്പനിയാണ് Hex-20. ആ ഉപഗ്രഹത്തിൻ്റെ പേര് നിള. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ്, കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? നിള എന്നാണ്, അല്ലേ? കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡിന് നൽകിയിരിക്കുന്ന പേരും നിള എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. നല്ലൊരു ചോദ്യമാണ്. UGCയുടെ കീഴിൽ ഒരുപാട് സർവകലാശാലകളുണ്ട്, അല്ലേ? ഇന്ത്യയിലുടനീളം ഒരുപാട് സർവകലാശാലകളുണ്ട്. അതിൽ 21 സർവകലാശാലകൾക്ക് മാത്രമാണ് കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച UGC സർവകലാശാല, UGCയുടെ കീഴിലുള്ള സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല, MG സർവകലാശാല, അല്ലേ? കോട്ടയം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സർവകലാശാല പ്രിയദർശിനി ഹിൽസ്. കോട്ടയത്തെ പ്രിയദർശിനി ഹിൽസ് ആണ് MG സർവകലാശാലയുടെ ആസ്ഥാനമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ MG സർവകലാശാലയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാഡമി, കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാഡമി, അതോടൊപ്പം തന്നെ ഒരു പാർക്കുമുണ്ട്, കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്ക്. നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് ശാസ്താംപാറ, അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി, കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ അടുത്ത കാലത്ത് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് കേരള സർക്കാർ ഒരാളെ നിയമിച്ചിരുന്നു. ആരെയാണ് എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷിനെയാണ്. ആരെയാണ്? PR ശ്രീജേഷ്, അല്ലേ? അപ്പോൾ കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷാണ്. PR ശ്രീജേഷ് ആരെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്, അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ശാസ്താംപാറയിലാണ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷാണ്. അടുത്തത് പ്രോജക്റ്റ് എക്സ്, ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. എന്താണ് പ്രോജക്റ്റ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക്, കേരളത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? പ്രോജക്റ്റ് എക്സ്, അല്ലേ? പോക്സോ കേസുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കേരള സർക്കാർ എടുത്തത്. അപ്പോൾ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എന്താണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധം കൂടി സൃഷ്ടിക്കാനായിട്ട് പറ്റും. അതാണ് ആ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ നല്ല ഒരു പോയിന്റിലോട്ട് വരാം. കേരള ലീഗൽ സർവീസ് അതോറിറ്റി, കേരള ലീഗൽ സർവീസ് അതോറിറ്റി 2025 നടപ്പിലാക്കിയ ചില നിയമസേവന പദ്ധതികളുണ്ട്. നിയമസേവന പദ്ധതികൾ ആര് നടപ്പിലാക്കിയെന്നാണ് പറഞ്ഞത്? കേരള ലീഗൽ സർവീസ് അതോറിറ്റി 2025 ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നിയമസേവന പദ്ധതികൾ. ആ പദ്ധതികൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഒന്ന് സമയം, വേറൊന്ന് സമന്വയ, വേറൊന്ന് അതിജീവനം, അല്ലേ?
അപ്പോൾ സമയം, സമന്വയ, അതിജീവനം എന്നിങ്ങനെയുള്ള നിയമസേവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് 2025. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സിവിൽ സ്വഭാവമുള്ള കേസുകൾ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളല്ല, സിവിൽ സ്വഭാവമുള്ള കേസുകൾ, വസ്തുതർക്കം പോലുള്ള സിവിൽ സ്വഭാവമുള്ള കേസുകൾ, ആ കേസുകൾ കോടതിയിലെത്താതെ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? സമയം. അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിവിൽ സ്വഭാവമുള്ള കേസുകളെ എന്താണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യാണ്? പരിഹരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അത്തരത്തിലുള്ള നിയമ സേവനമാണ് ഏത്? സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം സമന്വയ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുടുംബ കൗൺസിലിംഗ് ആണ്. കുടുംബാംഗങ്ങൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമസേവനമാണ് ഏത്? സമന്വയ. അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അമ്മയും മകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അമ്മയും മരുമകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, കുടുംബത്തിനകത്ത് അസ്വാരസ്യങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ കുടുംബ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പദ്ധതിയാണ് ഏത്? സമന്വയ. അടുത്ത പദ്ധതിയാണ് അതിജീവനം. എന്താണ് അതിജീവനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ഇരയായിട്ടുള്ള ആൾക്കാർക്ക്, പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയായിട്ടുള്ള ആൾക്കാർക്ക് നിയമസേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് അതിജീവനം. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടവർക്ക് നിയമസേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പദ്ധതിയാണ് ഏത്? അതിജീവനം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ചോദ്യം വന്നാൽ അതൊരു നല്ല ചോദ്യമായിരിക്കും. ഒരു അധിക മാർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? നിങ്ങൾക്കറിയാം അല്ലേ? കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് അല്ലേ? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് വളരെ പ്രത്യേക സ്വഭാവത്തോടു കൂടിയ, സവിശേഷമായ സ്വഭാവത്തോടു കൂടിയ സുഗന്ധമുള്ള ഒരു മഞ്ഞൾ ഇനം എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചെടുത്തു. കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ സുഗന്ധ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേക ഗന്ധമുള്ള മഞ്ഞൾ ഇനം അതേതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് IISR സൂര്യ. അപ്പോൾ കോഴിക്കോടുള്ള കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനമാണ് ഏത്? IISR സൂര്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. അതാണ് IISR സൂര്യ അല്ലേ? മഞ്ഞൾ ഇനമാണ്. മഞ്ഞൾ ഇനത്തിൻ്റെ കാര്യം പറയുമ്പോൾ, മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മഞ്ഞൾ ബോർഡ് ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നു അല്ലേ? ദേശീയ തലത്തിൽ ഒരു മഞ്ഞൾ ബോർഡ് ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നു. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ് എവിടെയാണ്? തെലുങ്കാന. മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനമാണ് നിസാമാബാദ്. എവിടെയാണ്? തെലുങ്കാന. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, 2025 ഫെബ്രുവരിയിൽ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ മക്കാന ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് മക്കാന ബോർഡ്. മക്കാന ബോർഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ബീഹാറിലാണ്. മക്കാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. അതേസമയം ദേശീയ മഞ്ഞൾ ബോർഡ് നിലവിൽ വന്നത് അത് തെലുങ്കാനയിലാണ്, നിസാമാബാദിലാണ്. അപ്പോൾ കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള സുഗന്ധമുള്ള മഞ്ഞൾ ഇനം ഏത് എന്ന് ചോദിച്ചാൽ IISR സൂര്യയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം നെല്ല് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ, കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് 2 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വരും. ഒന്ന് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലേ? അവിടെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. 2025 മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെൽ വിത്തിനങ്ങളാണ് ഏതൊക്കെ? ആദ്യ പുണ്യ.
അപ്പോൾ 2025 ആദ്യ, പുണ്യ എന്നീ പേരുകളിൽ ഉള്ള ഏതാണ് നെൽവിത്തിനങ്ങൾ പുറത്തിറക്കിയത്, അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ ഉൽപ്പാദിപ്പിച്ചത് ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്. ആ നെൽവിത്തനങ്ങളുടെ പേരെന്താണ്? ആദ്യ, പുണ്യ. അപ്പോൾ ആദ്യയും പുണ്യയും എന്താണ്? നെൽവിത്തനങ്ങളാണ് അല്ലെ. IISR സൂര്യ എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞൾ ഇനമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഭൗമ സൂചിക പദവി. നിങ്ങൾക്കറിയാം GI ടാഗ് പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രദേശം, ആ പ്രദേശത്തിൻ്റെ സ്വഭാവം, അവിടെയുള്ള സവിശേഷമായ ഉൽപ്പന്നം, അതിന് നൽകുന്ന പദവിയാണ് ഏത്? ഭൗമസൂചിക പദവി അല്ലേ. കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നുള്ള ആറന്മുള കണ്ണാടി. മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആറന്മുള കണ്ണാടി എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ലോഹക്കൂട്ട് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിക്കുന്ന വളരെ സവിശേഷമായിട്ടുള്ള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. എന്തായാലും ഇപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മൾ വന്നത് 2025 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. എന്താണ്? കണ്ണാടിപ്പായ അല്ലെ. 2025 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം എന്നുള്ളതല്ല, ഏത് ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം. സ്ഥലം പറയാൻ പറ്റുമെങ്കിൽ അതും പറയണം. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നുള്ള, ഏത് ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം എന്ന് ചോദിച്ചാൽ കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്. കണ്ണാടിപ്പായ, പായ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന ഈറ്റ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അതായത് ആദിവാസി വിഭാഗക്കാരാണ് ആ പറഞ്ഞ തരത്തിലുള്ള പായ ഉണ്ടാക്കുന്നത്. ഈറ്റ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായ, കണ്ണാടിപ്പായ. അപ്പോൾ ആ കണ്ണാടിപ്പായ എന്ന് പറയുന്ന ആ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം ഏത് ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്? അത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്. 2025 അതിന് ഭൗമസൂചിക പദവി ലഭിച്ചു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറഞ്ഞ കണ്ണാടിപ്പായയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് ചോദിക്കും. എങ്ങനെ ചോദിക്കും? കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച അല്ലെങ്കിൽ നേടിയ ആദ്യ കരകൗശല വസ്തു. ഇത് ഹാൻഡ് മെയ്ഡാണ്, കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ കരകൗശല വസ്തു ഏതാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് ഏത് തന്നെയാണ്? കണ്ണാടിപ്പായ. ഏത് ജില്ലയിൽ നിന്നുള്ളതാണ്? ഇടുക്കി ജില്ലയിൽ നിന്നുള്ളതാണ്. ഇതുപോലെ ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യത്തെ വന ഉൽപ്പന്നം, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ ഭൗമസൂചിക പദവി നേടുന്ന വന ഉൽപ്പന്നമാണ് ഏത്? നിലമ്പൂർ തേക്ക്. ഏതാണ്? നിലമ്പൂർ തേക്ക്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി നേടിയ കരകൗശല ഉൽപ്പന്നം, ആദ്യ കരകൗശല ഉൽപ്പന്നമാണ് ഇടുക്കിയിൽ നിന്നുള്ള ഏത്? കണ്ണാടിപ്പായ. അതുപോലെ 2025 ഭൗമസൂചിക പദവി ലഭിച്ച മറ്റൊരു ഉൽപ്പന്നമാണ് തലനാടൻ ഗ്രാമ്പു. തലനാടൻ ഗ്രാമ്പു. അപ്പോൾ കണ്ണാടിപ്പായയ്ക്ക് 2025 ഭൗമസൂചിക പദവി ലഭിച്ചു. തലനാടൻ ഗ്രാമ്പുവിനും ഭൗമസൂചിക പദവി ലഭിച്ചു. തലനാടൻ ഗ്രാമ്പു ഏത് ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് എന്നുകൂടി അറിയണം. തലനാടൻ ഗ്രാമ്പു കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്. അതുപോലെ തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നും ഈ അടുത്ത കാലത്ത് ഭൗമസൂചിക പദവി ലഭിച്ച 2 ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് കുംഭകോണം വെറ്റില. കുംഭകോണം വെറ്റില. വേറൊന്ന് തോവാള മാണിക്യമാല. തോവാള മാണിക്യമാല അല്ലെ. കുംഭകോണം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തമിഴ്നാടാണ്. തോവാള നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണ് തമിഴ്നാട്ടിലെ തോവാള. അപ്പോൾ കുംഭകോണം എന്താണ്? വെറ്റില, തോവാള, മാണിക്യമാല എന്നിവ ഈ അടുത്ത കാലത്ത് ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നങ്ങളാണ്. ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ മനസ്സിലാക്കി വെക്കുക, റിൻഡിയ സിൽക്ക്. റിൻഡിയ സിൽക്ക് ചോദ്യ സാധ്യത വളരെ അധികമുള്ള ഒരു ചോദ്യമാണ്. റിൻഡിയ സിൽക്ക്.
റിൻഡ്യ സിൽക്ക് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ്? 2025 റിൻഡ്യ സിൽക്കിന് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. അപ്പോൾ അത് ഏത് സംസ്ഥാനത്ത് നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നമാണ് റിൻഡ്യ സിൽക്ക് എന്ന് ചോദിച്ചാൽ മേഘാലയയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ്. അപ്പോൾ 2025 മേഘാലയയിൽ നിന്നുള്ള റിൻഡ്യ സിൽക്കിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. റിൻഡ്യ സിൽക്ക് മേഘാലയ. ഇത് പറയുമ്പോൾ കുറച്ച് പഴയ കാര്യമാണ്, എങ്കിലും ഈ അടുത്ത കാലത്ത് വാർത്തയിൽ വന്നതാണ്. ഡാലേ ചില്ലി. ഡാലേ ചില്ലി ഒരു മുളക് ഇനമാണ്. ഡാലേ ചില്ലി, ചില്ലി മുളക് അല്ലേ? ഡാലേ ചില്ലി ഏത് സംസ്ഥാനത്ത് നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച മുളകിനമാണ്? ഡാലേ ചില്ലി ഏത് സംസ്ഥാനത്ത് നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച മുളകിനമാണ് എന്ന് ചോദിച്ചാൽ സിക്കിം എന്ന സംസ്ഥാനത്ത് നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച മുളകിനമാണ് ഡാലേ ചില്ലി. എന്തിനിതിപ്പോൾ പറഞ്ഞു? ഈ അടുത്ത കാലത്ത് ഡാലേ ചില്ലി സോളമൻ ദ്വീപിലോട്ട് കയറ്റുമതി ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാലേ ചില്ലി എന്ന് പറയുന്നത് എന്താണ്? ഭൗമസൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണ്. 2025 വളരെ മുമ്പ് തന്നെ ഭൗമസൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് ഡാലേ ചില്ലി. അത് ഏത് സംസ്ഥാനത്തിലെയാണ് എന്ന് ചോദിച്ചാൽ അത് സിക്കിമിലെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല, അത് EK നായനാരാണ് അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ 4000-ലധികം ദിവസം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി EK നായനാരാണ്. EK നായനാർ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര്? കുറച്ച് കാലത്തിന് മുമ്പ് വരെ നമ്മളത് ആരുടെ പേര് പറയുമായിരുന്നു? K കരുണാകരൻ്റെ പേര് പറയുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. EK നായനാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് നിലവിലെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ആരാണ്? പിണറായി വിജയൻ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. ആദ്യ വ്യക്തി EK നായനാരാണ്. പിണറായി വിജയൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു ചോദ്യത്തിന് കൂടി സാധ്യതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി EK നായനാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. എന്താണ് കാവൽ മുഖ്യമന്ത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മന്ത്രിസഭയ്ക്ക് ഒരു കാലമുണ്ട് അല്ലേ? ആ കാലം കഴിഞ്ഞാൽ അടുത്ത മന്ത്രിസഭ വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലം, അതിനിടയ്ക്കുള്ള ഒരു കാലത്ത് മുഖ്യമന്ത്രിയായി തുടരുന്നയാളെയാണ് നമ്മൾ കാവൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ കാവൽ മുഖ്യമന്ത്രിയായിരുന്നത് 17 ദിവസമാണ്. ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്? നമുക്കറിയാം, അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA ആയ ആളാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിലെ ഏത് നിയമസഭാ മണ്ഡലം? ധർമ്മടം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം. പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് ഏത്? ധർമ്മടം. ധർമ്മടം നിയമസഭാ മണ്ഡലത്തിന് ചില റെക്കോർഡുകളുണ്ട്. അതിലൊരു റെക്കോർഡാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ധർമ്മടമാണ്. പിണറായി വിജയൻ്റെ മണ്ഡലമാണ് ധർമ്മടം. പക്ഷേ ഈ അടുത്ത കാലത്ത് 2025 ഏപ്രിലിൽ മറ്റൊരു പ്രധാനപ്പെട്ട അലങ്കാരം, വിശേഷണം കൂടി ധർമ്മടം നിയമസഭാ മണ്ഡലത്തിന് കിട്ടി. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത നിയമസഭാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത നിയമസഭാ മണ്ഡലം അല്ലേ? കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരുടെ മണ്ഡലമാണ്? ഏത് മണ്ഡലമാണ്? കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലം ഏതാണ്? അതും ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. K-സ്മാർട്ട് പദ്ധതി. K-സ്മാർട്ട് നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. K-സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അല്ലേ? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് കോർപ്പറേഷനുകളുണ്ട്, അതിനകത്ത് മുനിസിപ്പാലിറ്റികളുണ്ട്, അതിനകത്ത് പഞ്ചായത്തുകളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അല്ലേ, ജില്ലാ പഞ്ചായത്തുകളുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 എണ്ണം ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 എണ്ണം ഉണ്ട്, അല്ലേ. 1200 എന്ന് പറയുമ്പോൾ എത്ര കോർപ്പറേഷനുകൾ? 6 കോർപ്പറേഷനുകൾ. കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 കോർപ്പറേഷനാണ്. എത്ര മുനിസിപ്പാലിറ്റികളുണ്ട് എന്ന് ചോദിച്ചാൽ 87 മുനിസിപ്പാലിറ്റികളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളുണ്ട്. എത്ര പഞ്ചായത്തുകളുണ്ട്? 941 പഞ്ചായത്തുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 941 പഞ്ചായത്തുകളുണ്ട്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, അല്ലേ. അപ്പോൾ 6 കോർപ്പറേഷൻ, 87 മുനിസിപ്പാലിറ്റി, 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ കേരളത്തിൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ, ഒരു ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഏത്? കെ സ്മാർട്ട് പദ്ധതി. ഈ പദ്ധതി ആദ്യം വന്നത് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ്. ഈ അടുത്ത കാലത്താണ്, അതായത് 2025 ഏപ്രിലാണ് ഈ പദ്ധതി ജില്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും കൂടെ ആക്കിയത്. അപ്പം നേരത്തെ ഇത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കെ സ്മാർട്ട് പദ്ധതി എവിടെയും വന്നു? പഞ്ചായത്തുകളിലും നിലവിൽ വന്നു. അപ്പോൾ 2025 ഏപ്രിലാണ് കെ സ്മാർട്ട് പദ്ധതി പഞ്ചായത്തുകളിലും നിലവിൽ വരുന്നത്. ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുക, 2025 ഏപ്രിൽ 10. അപ്പോൾ കെ സ്മാർട്ട് പദ്ധതി ഒന്ന് മനസ്സിൽ വച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി, അല്ലേ, 49ാമത് ചീഫ് സെക്രട്ടറിയുടെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് ഇനി ഞാൻ അത് ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ജയ തിലകാണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വിവാദമോ അല്ലെങ്കിലോ ഏതെങ്കിലും ബേത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ജയ തിലക്. അപ്പോൾ കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആണ് ഏത്? ജയ തിലക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയിലോട്ട് വരാം. ആ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന പേരാണ് ജൽ ഗൽസ. അപ്പോൾ എന്താണ് ജൽ ഗൽസ? കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ജൽ ഗൽസ. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ജൽ ഗൽസ. എന്താണ് ജൽ ഗൽസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ആദിവാസി ഊരുകളിൽ നിന്ന് മൺമറഞ്ഞു പോകുന്ന കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ ഇനിഷ്യേറ്റീവാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രോഗ്രാമിന് നൽകിയിരിക്കുന്ന പേരാണ് ജൽ ഗൽസ. അപ്പോൾ കേരളത്തിലെ ആദിവാസി ഊരുകളിൽ നിന്ന് മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി മാറ്റി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൽ ഗൽസ. അവിടെ ഗൽസ എന്ന് പറയുന്ന വാക്ക്, ഗൽസ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്സവം എന്നാണ്. ഗൽസ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ST വിഭാഗം ഏതെന്നറിയാമോ? അത് പണിയരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം പണിയർ. അവരുടെ ഭാഷയിൽ ഗൽസ എന്ന് പറയുന്ന വാക്കിന് ഉത്സവം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ നിന്ന് മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ സംരംഭമാണ് ജൽ ഗൽസ. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ST വിഭാഗം ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പണിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള SC വിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗമാണ് പണിയർ. പട്ടികജാതി വിഭാഗം, ഏറ്റവും കൂടുതലുള്ള പട്ടികജാതി വിഭാഗം അത് നിങ്ങൾക്കറിയാം, പുലയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ആദിവാസികളുള്ള ജില്ല ഏത്? നിങ്ങൾക്കറിയാം, വയനാട്. പക്ഷെ മാറിപ്പോകരുത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിക ജാതിക്കാരുള്ള SC കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. അപ്പോൾ ജൽ ഗൽസ, അല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഏപ്രിൽ മരണപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കസ്തൂരി രംഗൻ. കസ്തൂരി രംഗൻ, അല്ലേ?
ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട പഠനം, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ സർക്കാർ വേറൊരു കമ്മീഷനെ കൂടി വെച്ചു, കസ്തൂരി രംഗൻ കമ്മിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ട്. പുതിയ ഈ പറഞ്ഞ പാഠ്യപദ്ധതി, പുതിയ ഈ പറഞ്ഞ അക്കാഡമിക് സിസ്റ്റം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ പുതിയ അക്കാദമിക് സിസ്റ്റം ഉടച്ചു വാർക്കപ്പെട്ടിരിക്കുന്നത്. കസ്തൂരി രംഗൻ. അതിനു മുമ്പ് ഈ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആൾ, കസ്തൂരി രംഗൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ISROയുടെ ചെയർമാനായിരുന്നു. ISROയുടെ ചെയർമാനായിരുന്നു ആര്? കസ്തൂരി രംഗൻ. മലയാളിയാണ്. ISROയുടെ ചെയർമാനാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് കസ്തൂരി രംഗൻ. ചെയർമാനാകുന്ന രണ്ടാമത്തെ മലയാളി വ്യക്തിത്വമാണ് ആര്? കസ്തൂരി രംഗൻ. അദ്ദേഹം 2025 ഏപ്രിലിൽ മരണപ്പെട്ടു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ഈ രീതിയിലൊക്കെ വരാം. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഈ രീതിയിലൊക്കെ വരാം. 2025 ഏപ്രിലിൽ മരണപ്പെട്ട ISROയുടെ ചെയർമാനായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗൻ, അല്ലേ? മലയാളി ആയിട്ടുള്ള രണ്ടാമത്തെ ചെയർമാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ചോദ്യം കാണും, ആദ്യത്തെ ആളാര്, അല്ലേ? ആദ്യത്തെ മലയാളി MGK മേനോനാണ്. ISROയുടെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ മലയാളി MGK മേനോൻ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മലയാളിയാണ് കസ്തൂരി രംഗൻ. മൂന്നാമത്തെ ആൾ G മാധവൻ നായർ. നാലാമത്തെ ആൾ K രാധാകൃഷ്ണൻ. അഞ്ചാമത്തെ ആൾ നിങ്ങൾക്ക് അറിയാം S സോമനാഥ്. ഇപ്പം സോമനാഥ് ചെയർമാനല്ല, പക്ഷെ തൊട്ട് മുമ്പ് വരെ ചെയർമാനായിരുന്നു, അല്ലേ? അപ്പോൾ ISROയ്ക്ക് എത്ര മലയാളി ചെയർമാന്മാരുണ്ടായിരുന്നു? 5 പേര്. അതിൽ ആദ്യത്തെ ആളാരാ? MGK മേനോൻ. രണ്ടാമത്തെ ആളാരാ? കസ്തൂരി രംഗൻ. 3 മാധവൻ നായർ, G മാധവൻ നായർ. പിന്നെ അത് കഴിഞ്ഞിട്ട് K രാധാകൃഷ്ണൻ, S സോമനാഥ്. അതിൽ ആരാണിപ്പോൾ മരിച്ചത്? 2025 ഏപ്രിലിൽ മരിച്ച ISROയുടെ ചെയർമാനായിരുന്ന മലയാളി ആര് എന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗനാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഏപ്രിലിൽ മരണപ്പെട്ട മലയാളിയായിട്ടുള്ള ചരിത്രകാരൻ, പ്രസിദ്ധ ചരിത്രകാരൻ എടുത്തു പറയണം. 2025 ഏപ്രിലിൽ മരണപ്പെട്ട പ്രസിദ്ധ മലയാളി ചരിത്രകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ MGS നാരായണനാണ്. ആരാണ്? ഡോക്ടർ MGS നാരായണൻ. നമ്മളെ MGS എന്ന് ബഹുമാനത്തോടെ വിളിക്കും. മലയാളിയായിട്ടുള്ള പ്രസിദ്ധ ചരിത്രകാരൻ 2025 ഏപ്രിലിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ജാലകങ്ങൾ. അപ്പോൾ ജാലകങ്ങൾ എന്നത് ഏത് പ്രസിദ്ധ മലയാളി ചരിത്രകാരൻ്റെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ചോദ്യമാണ്. ജാലകങ്ങൾ മുഴുവൻ പേര് ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ആരുടെ ആത്മകഥ? MGS നാരായണൻ്റെ ആത്മകഥ. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മുമ്പ്. പെരുമാൾസ് ഓഫ് കേരള, കേരളത്തിലെ പഴയ രാജാക്കന്മാരെ കുറിച്ച് പെരുമാൾസ് ഓഫ് കേരള എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ഡോക്ടർ MGS നാരായണനാണ്. ആരാണ്? ഡോക്ടർ MGS നാരായണൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഏപ്രിലിൽ മരണപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ, മലയാളി ചലച്ചിത്ര സംവിധായകൻ. 2025 ഏപ്രിലിൽ മരണപ്പെട്ട മലയാളി ചലച്ചിത്ര സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ഷാജി N കരുണാണ്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. മലയാള സിനിമാ രംഗത്തേക്ക് ഷാജി N കരുൺ കടന്നു വരുന്നത് ഛായാഗ്രഹകനായിട്ടാണ്. പ്രത്യേകിച്ചും G അരവിന്ദൻ്റെ സിനിമകളിൽ ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? ഈ പറഞ്ഞ ഷാജി N കരുണാണ്. പിന്നീടാണ് അദ്ദേഹം സിനിമാ സംവിധായകനായിട്ട് അവതരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് 1988 റിലീസ് ചെയ്ത പിറവി എന്ന് പറയുന്ന സിനിമ. ഷാജി N കരുൺ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് പിറവി, അല്ലേ? അപ്പോൾ എന്തിനാണ് ഷാജി N കരുണിൻ്റെ കാര്യം പറഞ്ഞത്? 2025 ഏപ്രിലിൽ മരണപ്പെട്ട മലയാളിയായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനാണ് ഷാജി N കരുൺ. ആ ഷാജി N കരുൺ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏത് എന്ന് മനസ്സിലാക്കി വെക്കണം, പിറവി. ആ പിറവി എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ സംവിധാനത്തിന് ഷാജി N കരുണിന് ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ ബഹുമതി ലഭിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഷാജി N കരുണിന് മികച്ച സംവിധായകനുള്ള ദേശീയ ബഹുമതി നേടിക്കൊടുത്ത ചിത്രമേത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഏതാണ് ആ സിനിമ?
പിറവി എന്ന് പറയുന്ന സിനിമയാണ്. പിറവിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്തൊരു പ്രധാന കഥാപാത്രം, ചാക്യാർ എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരാളുണ്ട്, പ്രേംജി. പ്രേംജിക്ക് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. PJ ആന്റണി, പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടിയേറ്റം ഗോപി, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലങ്കെ നായർ. അതിനുശേഷം 4ാമത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് പ്രേംജി. ആർക്കൊക്കെ ശേഷം? PJ ആന്റണിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോപിക്കും, ഭരത് ഗോപിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലങ്കെ നായർക്കും ശേഷം ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ്, 4ാമത്തെ വ്യക്തിയാണ് ആര്? പ്രേംജി. അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് PJ ആന്റണിക്കാണ്. PJ ആന്റണിക്കാണ്. അത് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ വെളിച്ചപ്പാടിൻ്റെ വേഷം ചെയ്ത ആർക്കാണ്? PJ ആന്റണിക്കാണ്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ദേശീയ തലത്തിൽ മികച്ച നടനുള്ള ബഹുമതി നേടുന്ന മലയാളി. അല്ലേ? ബഹുമതി നേടുന്ന ആദ്യ മലയാളി ആരാണ്? PJ ആന്റണി. നിർമാല്യം. ഇവിടെ ഇപ്പോൾ ആർക്കാണ്? പ്രേംജിക്ക് മികച്ച നടനുള്ള ബഹുമതി നേടിക്കൊടുത്ത സിനിമ ഏതാണ്? അത് പിറവി. ഷാജി കരുൺ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏതാണ്? അത് പിറവി. ഷാജി കരുണിന് മികച്ച സംവിധായകനുള്ള ദേശീയ ബഹുമതി നേടിക്കൊടുത്ത ആദ്യത്തെ സിനിമ ഏതാണ്? പിറവി. അല്ലെ? ഷാജി കരുൺ സംവിധാനം ചെയ്ത മറ്റ് ചില സിനിമകൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഒന്ന് സ്വം എന്ന് പറയുന്ന സിനിമ, സ്വം. വേറൊന്ന് വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ, മോഹൻലാൽ അഭിനയിച്ച സിനിമ വാനപ്രസ്ഥം. വേറൊന്ന് കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ. സ്വമ്മായാലും വാനപ്രസ്ഥമായാലും കുട്ടിസ്രാങ്ക് ആയാലും പിറവി ആയാലും സംവിധാനം ചെയ്തത് ഷാജി കരുണാണ്. അതിൽ ഇവിടെ സ്വം എന്ന് പറയുന്ന സിനിമ ഒന്നുകൂടി ശ്രദ്ധിച്ചു വെക്കണം. അതായത് കാൻ ചലച്ചിത്രമേളയിൽ പാം ഡി ഓർ വിഭാഗത്തിൽ മത്സരിച്ച ആദ്യ മലയാള ചലച്ചിത്രം. കാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോർ വിഭാഗത്തിൽ മത്സരിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് ഏത്? സ്വം എന്ന് പറയുന്ന സിനിമ. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കൂടി പാം ഡിയോറിൽ മത്സരിച്ചിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഒരു ചിത്രം. അപ്പോൾ ആദ്യമായിട്ട് കാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോർ വിഭാഗത്തിൽ മത്സരിക്കപ്പെട്ട ചിത്രമാണ് സ്വം. അതിൻ്റെ സംവിധായകൻ ആരാണ്? ഷാജി കരുണാണ്. വേറൊരു സിനിമയുടെ കാര്യം പറഞ്ഞു, വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയുടെ കാര്യം പറഞ്ഞു. പ്രശസ്ത തബല വിദ്വാൻ സക്കീർ ഹുസൈൻ സംഗീതം നിർവഹിച്ചത് ഷാജി കരുണിൻ്റെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്? പ്രശസ്ത തബല വിദ്വാൻ സക്കീർ ഹുസൈൻ സംഗീതം നിർവഹിച്ചത് ഷാജി കരുണിൻ്റെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷാജി കരുണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാര്? ഷാജി കരുണാണ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കണം. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് തന്നെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി കരുണാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ഷാജി കരുണാണ് ലഭിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഷാജി കരുൺ. ഇനി അത് കഴിഞ്ഞിട്ട് 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരു പുരസ്കാരമാണ്, സർക്കാർ നൽകുന്ന പുരസ്കാരമല്ല. ഫിലിം ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിനിമാ നിരൂപകരുടെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, അവർ നൽകുന്ന പുരസ്കാരമാണ് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം. അപ്പോൾ 48ാമത് 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം നേടിയ ചലച്ചിത്രം, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച ചിത്രമേത്? ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയുടെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കി വെക്കണം, അതിൻ്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. അതുപോലെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് 2024 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അതിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഏത് തന്നെയാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഇവിടെ ഇപ്പോൾ 2024 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ
ചിത്രം, ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ടോവിനോ തോമസ് ആണ്. ആരാണ്? ടോവിനോ തോമസ്. അപ്പോൾ 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ 2 പേരുണ്ട്, നസ്രിയ നസീം. പിന്നെ അത് കഴിഞ്ഞിട്ട് റിമ കല്ലിങ്കൽ. അപ്പോൾ അവർക്ക് 2 പേർക്ക് മികച്ച നടിമാർക്കുള്ള പുരസ്കാരം ലഭിച്ചു, ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചു. നടനുള്ള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചത് ടോവിനോ തോമസിനാണ്. ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ മരിക്കുന്നത്, അല്ലേ? 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ മരിക്കുന്നത്, അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വീക്ഷണങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, എംടിത്തം. എന്താണ്? എംടിത്തം. അപ്പോൾ MT വാസുദേവൻ നായരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഏത്? എംടിത്തം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ പുസ്തകം രചിച്ചതാരെ എന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ MT വാസുദേവൻ നായരുടെ കൃതികളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആസ്പദമാക്കി എംടിത്തം എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ഒന്ന് അറിഞ്ഞു വയ്ക്കണം. അതുപോലെ MT വാസുദേവൻ നായർ മരിച്ചതെന്നു കൂടി അറിഞ്ഞു വയ്ക്കണം. 2024 ഡിസംബർ 25. ഡിസംബർ 25 എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്, അല്ലേ? അപ്പോൾ ക്രിസ്മസ് ദിനത്തിൻ്റെ എന്നാണ് ആര് മരിച്ചേക്കുന്നത്? MT വാസുദേവൻ നായർ മരിച്ചേക്കുന്നത്. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്നത് ഏത് മലയാള കവിയുടേതാണ് എന്ന് ചോദിച്ചാലോ? 2025 ഏത് മലയാള കവിയുടെ 50ാം ചരമവാർഷികമാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണ് ആചരിക്കുന്നത്. വയലാർ രാമവർമ്മ 1975 വയലാർ രാമവർമ്മ മരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ 50ാമത്തെ ചരമവാർഷികമാണ്. നമ്മൾ പറയും ഈ പറഞ്ഞ സുവർണ ജൂബിലി എന്ന് പറയും, അല്ലേ? അപ്പോൾ 50ാം ചരമവാർഷികം. അപ്പോൾ അത് ആരുടെയാണ്? വയലാർ രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആരുടെ വരികളാണ്? വയലാർ രാമവർമ്മയുടെ വരികളാണ്. കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, അതിനകത്ത് കുമാരനാശാൻ കൊടുത്തിരിക്കും, നിങ്ങളത് എഴുതും. അപ്പോൾ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് വയലാർ രാമവർമ്മയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിത ഒന്ന് മനസ്സിൽ വേണം. ആയിഷ എന്ന് പറയുന്ന കവിത. ആയിഷ എന്ന കവിത രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മയാണ്. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ബഹുമതിയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വയലാർ രാമവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, അല്ലേ? അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം. അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന സിനിമ, അച്ഛനും ബാപ്പയും എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗാനം. അതിനാണ് ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ബഹുമതി ആർക്ക് കിട്ടുന്നത്? വയലാർ രാമവർമ്മയ്ക്ക് കിട്ടുന്നത്. വയലാർ രാമവർമ്മയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തു വെച്ചോണം. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഒരു വിപ്ലവ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1957 EMS മന്ത്രിസഭ നടക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അവസരത്തിൽ വയലാർ രാമവർമ്മ രചിച്ച വരികളാണ്, ഗാനമാണ് ബലികുടീരങ്ങളെ. അപ്പം അങ്ങനെ തുടങ്ങുന്ന ഗാനവും രചിച്ചത് ആരാണ്? വയലാർ രാമവർമ്മയാണ്. അപ്പോൾ വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണ്. വയലാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാതെ ഇവിടെ പറഞ്ഞ ഏത് കാര്യത്തിലും ബാക്കി കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. 2025 ഏപ്രിലിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അറിയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.